ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടാക്സോണമി കാറ്റഗറിയിൽ ഏതൊക്കെയാണ് കാറ്റഗറീസ് ഉള്ളതെന്നാണ് പഠിച്ചത്. ഓരോന്നിനെ പറ്റി നമുക്കിപ്പോൾ വ്യക്തമായിട്ട് നോക്കാം. ഏതൊക്കെയാണുള്ളത്? ആദ്യം സ്പീഷീസ്. എന്താണ് സ്പീഷീസ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ് capable of interbreeding to produce fertile offspring. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം, തമ്മിൽ ബന്ധമുള്ള ഓർഗാനിസത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ക്യാപ്പബിൾ ഓഫ് ഇൻ്റർബ്രീഡിങ് ടു പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓസ്പ്രിങ്സ്, തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ഉണ്ടാക്കാനുള്ള കഴിവ് കൂടി വേണം. അവയാണ് എന്ത് വിളിക്കുന്നത്? സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് കാറ്റഗറി. അവ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി ഏതായിരുന്നു? കിങ്ഡം, ലോവസ്റ്റ് സ്പീഷീസ്. അപ്പോൾ ഡെഫിനിഷൻ ഓർമ്മ വേണം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം. ഇപ്പോൾ എക്സാമ്പിൾ സിമ്പിളായി ഞാൻ പറയാം. നമ്മൾ ഹ്യൂമൻ ബീയിങ് ഇല്ല, ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ്? തമ്മിൽ ബന്ധമുള്ള ജീവികളാണ്, തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് കുട്ടികളുണ്ടാക്കാനുള്ള കഴിവ് വേണം. ഇപ്പോൾ ടൈഗർ തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്ത കുട്ടികളുണ്ടാകും. അപ്പോൾ ടൈഗർ ഒരു സ്പീഷീസ്. ഡോഗ് മറ്റൊരു സ്പീഷീസ്. ഏത് ഡോഗ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, അത് വേറെ ടൈപ്പ്, നമുക്ക് വേറെ ബ്രീഡ് എന്ന് പറയും അല്ലേ. പട്ടി ഒരുപാട് തരത്തുണ്ട്, പക്ഷേ എല്ലാ പട്ടിയുടെയും സയൻറ്റിഫിക് നെയിം ഒന്നു തന്നെയാണ്, ബ്രീഡാണ് മാറ്റമുള്ളത്. പശു അങ്ങനെയല്ലേ, പശുവിന് സയൻറ്റിഫിക് നെയിം കോമൺ ആണ്. പക്ഷേ നമ്മളിപ്പോൾ HF എന്ന് പറയും, ജേഴ്സി എന്ന് പറയും അല്ലെ, സുനന്ദിനി എന്ന് പറയും, വെച്ചൂർ പശു എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് വേറെ, ഇത് വേറെ. അപ്പോൾ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമാണ്, തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് സ്പീഷീസ്. നമുക്ക് ബോക്സ് നോക്കാം. ഇപ്പോൾ മാംഗോയുടെ ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് നെയിം, അതായത് ജീനസ് നെയിം ആൻഡ് സ്പീഷീസ് നെയിമാണ് പറയുന്നത്. മാംഗോയുടെ സയൻറ്റിഫിക് എന്താണ്? മാൻജിഫറ ഇൻഡിക്ക. പൊട്ടാറ്റോ സൊളാനം ട്യൂബറോസം. നൈറ്റ് ഷെയ്ഡ് ആണെങ്കിലോ സൊളാനം നൈഗ്രം. ടൊമാറ്റോ ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? സൊളാനം ലൈക്കോ പെർസിക്കം. ബ്രിഞ്ചാളാണെങ്കിൽ സൊളാനം മെലോഞ്ചിന. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൊട്ടാറ്റോ, നൈറ്റ് ഷെയ്ഡ്, ടൊമാറ്റോ, ബ്രിഞ്ചാളൊക്കെ ഒരേ ജീനസാണ്. ഓക്കെ, സ്പീഷീസാണ് മാറ്റമുള്ളത്. അതായത് തമ്മിലൊരു ബന്ധമുണ്ട് ഇവയെല്ലാം. ഈ നാല് തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ നാലും വേറെ വേറെ സ്പീഷീസാണ്. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ലയണിൻ്റെത് പാന്തറ ലിയോ, ടൈഗർ പാന്തറ ടൈഗ്രിസ്, ലെപ്പേർഡ് പാന്തറ പാഡസ്. അപ്പോൾ എന്താണ്? ലിയോ എന്ന് പറഞ്ഞ സ്പീഷീസ് ലയൺ മാത്രമാണ്. ടൈഗ്രിസ് എന്ന് വെച്ചാൽ അത് ടൈഗർ മാത്രം. പാഡസ് വന്നാൽ ലെപ്പേർഡാണ്. ബട്ട് എന്താണ്? മൂന്നും കാണുമ്പോൾ ഓൾമോസ്റ്റ് സെയിം അല്ലേ? കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. ടൈഗറും ലെപ്പേർഡും ലയണും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് അവ ജീനസ് സെയിമായി. മൂന്നും വേറെ വേറെയാണ്. ഇപ്പോൾ ഡയഗ്രത്തിൽ മേലെ കാണില്ല നമ്മൾ, പൊട്ടാറ്റോ അല്ലെങ്കിൽ നൈറ്റ് ഷെയ്ഡ്, ടൊമാറ്റോ, ബ്രിഞ്ചാളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, അതുകൊണ്ട് ഒരു ജീനസായി. പക്ഷെ ഒരുപാട് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് സ്പീഷീസ് മാറി. ഇതാണ് സയൻറ്റിഫിക് നെയിമായിട്ട് കൊടുത്ത ഇവയുടെ പേര്. എന്താണ് ജീനസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ അഗ്രിഗേറ്റ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അതായത് ഒരുപോലുള്ള സ്പീഷീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തായി? ഒരു ജീനസായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞു അതാണ്. പൊട്ടാറ്റോ ആണെങ്കിൽ സൊളാനം ട്യൂബറോസം, ടൊമാറ്റോ സൊളാനം ലൈക്കോ പെർസിക്കം, ബ്രിഞ്ചാളാണെങ്കിലോ സൊളാനം മെലോഞ്ചിന. മൂന്നും കാണുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ഗ്രൂപ്പാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് പറയാം നമുക്ക്? മൂന്നും ജീനസ് സെയിം ആണ്, സൊളാനം. ഇപ്പോൾ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടൈഗർ, ലെപ്പേർഡ്, ലയൺ, മൂന്നിൻ്റെയും പാന്തറയാണ് ജീനസ്. അപ്പോൾ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഒരേ ജീനസിൽ പെടുത്തി പാന്തറ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ജീനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. ഒരേപോലുള്ള സ്പീഷീസിനെ എന്ത് പെടുത്തി? ഒരു ജീനസിൽ പെടുത്തി. ഇനി മൂന്നാമത് നോക്കിക്കോ, ഫെലിസ്. ഇപ്പോൾ ഫെലിസ് ഡൊമസ്റ്റിക്ക മീൻസ് നമ്മുടെ വീട്ടിലുള്ള പൂച്ചയാണ്. ഫെലിസ് കൗസ് എന്ന് പറഞ്ഞതാണ് കാട്ടുപൂച്ചയാണ്. രണ്ടും പൂച്ചയാണ്, ഒരേ ഗ്രൂപ്പാണ്. രണ്ടും നമുക്ക് കാണുമ്പോൾ ഒരുപോലെയാണ്, പക്ഷേ കാട്ടുപൂച്ച കുറച്ചും കൂടി വൈൽഡ് അനിമലാണ്. പക്ഷേ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, അതുകൊണ്ട് എന്ത് ഗ്രൂപ്പിൽപ്പെടുത്തി? രണ്ടും എന്താണ്? ഫെലിസ് എന്ന ജീനസിൽ പെട്ടി. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്പീഷീസ് ഈസ് കോൾഡ് ജീനസ്. അങ്ങനെയാണെങ്കിൽ ഫാമിലി എന്തായിരിക്കും? നമുക്ക് മുമ്പേ തന്നെ പറയാം, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് ഓർ ജനറ. ഒരേപോലുള്ള ജനറെല്ലാം കൂട്ടി എന്ത് ഗ്രൂപ്പിൽ പെടുത്താം? ഏറ്റവും താഴെ നിന്ന് വരുന്ന പാറ്റേൺ വെച്ചാൽ ഏറ്റവും ലിസൺ ഇയർ എന്താണ്? ഒരേപോലുള്ള സ്പീഷീസുകളെ ഒരു ജീനസിൽ പെടുത്തിയില്ലേ? അപ്പോൾ എന്താണ് ഫാമിലി? ഒരേപോലുള്ള ജീനസ് ഒരു ഫാമിലി. അങ്ങനെയാണെങ്കിൽ ഓർഡർ എന്ത് പറയാം? ഒരേപോലുള്ള ഫാമിലി ഒരു ഓർഡർ, ഒരേപോലുള്ള ഓർഡർ ഒരു ക്ലാസ്, ഒരേപോലുള്ള ക്ലാസ് ഫൈലം ഓർ ഡിവിഷൻ, ഒരേപോലുള്ള ഫൈലം ഡിവിഷൻ കൂടി എന്തായി? ഒരു കിങ്ഡം. അപ്പോൾ നമുക്ക് ഒന്നേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ കൃത്യമായ ഓർഡർ പഠിച്ചാൽ ബാക്കിയിൽ എഴുതാൻ പറ്റും. എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ ഓർ ജീനസ് ഈസ് കോൾഡ് ഫാമിലി. ഏതാണ്? നമ്മൾ ജീനസ് സൊളാനം പറഞ്ഞിട്ടില്ലേ? സൊളാനം എന്ന് പറയുന്ന ജീനസും അല്ലെങ്കിൽ പെറ്റുണിയ എന്ന് പറയുന്ന ജീനസ്, ഡാറ്റൂറ എന്ന് പറയുന്ന ജീനസ്, ഇത് മൂന്നും വരുന്ന ഗ്രൂപ്പ് ഏതാണ്? സൊളനേസിയെ. സൊളനേസിൽ നമ്മുടെ ചില്ലി ഇതെല്ലാം വരും, മുളകൊക്കെ വരും. അപ്പോൾ ഇവയൊക്കെ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. ഒരേ ഫാമിലി, ഒരേപോലുള്ള ജീനസ്. പിന്നെ അപ്പോൾ ഡിഫറൻസ് കാരണം അവ സ്പീഷീസായി, പക്ഷേ സിമിലാരിറ്റി കാരണം അവ ജീനസ് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ സൊളനേസിയായി. അതേപോലെ തന്നെ ഫെലിഡെ. ഇപ്പോൾ പൂച്ച നമ്മൾ പറഞ്ഞു, പാന്തറ എന്ന് പറയുന്നതാണ് ലയൺ, ടൈഗർ, ലെപ്പാർഡ്. ഫെലിസ് എന്ന് പറയുന്നതാണ് പൂച്ച. രണ്ടും വേറെ വേറെ ടൈപ്പ് ഓർഗാനിസം. പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ലേ നിങ്ങൾക്ക്? ഒരു ലയണും ടൈഗറും ക്യാറ്റൊക്കെ ആണെങ്കിൽ സൈസ് വിടും, നിങ്ങൾ സൈസ് ആലോചിക്കണ്ട. പക്ഷെ ഒരു ലയണും ടൈഗറും ക്യാറ്റും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടല്ലോ? ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടൈഗറിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ക്യാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ബേസിക് അപ്പിയറൻസ് ഒക്കെ സെയിം അല്ലേ? സോ പാന്തറ എന്ന ജീനസും ഫെലിസ് എന്ന ജീനസും എന്തായി? ഒരേ ഫാമിലി. ഏത് ഫാമിലി? ഫെലിഡേ എന്ന ഫാമിലിയിൽ പെട്ടു. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ ഫാമിലി. ഇനിയോ ദി അസംബ്ലേജ് ഓഫ് റിലേറ്റഡ് ഫാമിലി. ഒരേപോലുള്ള ഫാമിലി എന്തായിട്ട് മാറും? ഓർഡർ. ഏതൊക്കെയാണ്? ഒരു ഓർഡറിൻ്റെ പേരാണ് പോളിമോണിയൽ. ഓക്കെ, പ്ലാന്റ്സിൻ്റെ കേസിലുള്ള ഒരു ഓർഡറിൻ്റെ പേരാണ് പോളിമോണിയൽസ്. എന്താ പോളിമോണിയൽസിൽ വരുന്നത്? ഫാമിലി കൺവോൾവുലേസിയ. കൺവോൾവുലേസിയ എന്ന് പറയുന്ന ഫാമിലിയും സൊളനേസിയും തമ്മിൽ പോളിമോണിയൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെട്ടു. അപ്പോൾ ആ രണ്ട് ഫാമിലിയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റികളുണ്ട്, ഒരു ഗ്രൂപ്പിൽ പെട്ടു. ഇനി ആനിമൽസിൻ്റെ കേസ് നോക്കിയേ. ഫാമിലി ഫെലിഡേ. ഫെലിഡേ മീൻസ് ഏത് ഗ്രൂപ്പിൽ നമ്മൾ വരും? ക്യാറ്റ്, ലയൺ, ടൈഗർ. കാനിഡേ എന്ന് വെച്ചാൽ ഏതാണ്? കാനിഡ മീൻസ് നമ്മുടെ ഡോഗാണ്. അപ്പോൾ ഡോഗിൻ്റെ ഫാമിലിയും ക്യാറ്റിൻ്റെ ഫാമിലിയും ഇപ്പോൾ എന്തായി? ഒരേ ഓർഡറിൽ വന്നു. കാർണിവോറ. എന്താണ് കാർണിവോറയുടെ അർത്ഥം? മാംസാഹാരി, കാർണിവോറസ്. ഇവയൊക്കെ ഫ്ലഷ് ഈറ്റിംഗ് ആണ്. അപ്പോൾ ക്യാറ്റും ഡോഗൊക്കെ നമ്മുടെ വീട്ടിലൊക്കെയാണെന്ന് ഒമ്നിവോറസ് ആണ്. എന്നാലും നോർമൽ ഇലവ അവയുടെ ഫുഡ് എന്താണ്? ഫ്ലഷ് ആണ്, ആനിമൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവയെ കാർണിവോർ എന്ന ഗ്രൂപ്പിൽ പെട്ടു. അതാണ് ഓർഡർ. ഇനിയോ ഇറ്റ് ഈസ് അസംബ്ലേജ് ഓഫ് ലെറ്റർ ഓർഡർ. ഒരേപോലുള്ള ഓർഡർ എന്തായിട്ട് മാറും? സിമിലർ ഓർഡർ ഇൻ ക്ലാസ്. ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞ ഓർഡർ പോളിമോണിയൽ എടുത്താലും ഓർഡർ സാപ്പിൻ്റെയിൽ. പോളിമോണിയലിൽ ബ്രിഞ്ചാളൊക്കെ എക്സാമ്പിൾ വന്നത്. നമ്മളെ സാപ്പിൻ്റെയിൽ വരുമ്പോൾ ഒരു മാംഗോ വരും. ഇതൊക്കെ എന്ത് വരാം നമുക്ക്? ഒരേ ക്ലാസ്. ഏത് ക്ലാസ്? പ്ലാന്റ്സിൻ്റെ കേസിലെ ക്ലാസിൻ്റെ പേര് ഡൈക്കോട്ടിലിഡണേ. ദ്വിബീജ പത്രസസ്യം എന്നെല്ലാം പഠിച്ചിട്ടുണ്ടാകും. ഏകബീജ സസ്യവും ദ്വിബീജം. അപ്പോൾ അതാണ് ഡൈക്കോട്ടിലിഡണ്. ഓക്കെ. അനിമൽസിൻ്റെ കേസ് നോക്കിയേ. മനുഷ്യൻ ഉൾപ്പെടുന്ന ഓർഡർ പ്രൈമേറ്റ. മനുഷ്യൻ മാത്രമല്ല, അതൊക്കെ വരും. ടൈഗർ നോക്കി അറിയാം. ഹ്യൂമൻ ബീയിങ്ങും മങ്കീസും വരുന്ന ഗ്രൂപ്പാണ് ഓർഡർ പ്രൈമേറ്റ. നേരത്തെ ലയനും ടൈഗറും ക്യാറ്റും ഡോഗൊക്കെ വരുന്നതാണ് കാർണിവോറ. ഓർഡർ പ്രൈമേറ്റയും ഓർഡർ കാർണിവേറക്കും ഒരു കോമൺ ക്യാരക്ടർ എന്താണ്? ഇവയെല്ലാം ഫീമെയിൽ പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യും. എന്നിട്ട് പാല് കൊടുക്കും. അവയെ വിളിക്കുന്ന പേര് മമേലിയ എന്നാണ്, സസ്തനികൾ. അപ്പോൾ ഒരേപോലുള്ള ഓർഡറൊക്കെ ചേർന്നിട്ട് ഒരു സിമിലർ ക്ലാസ് ആയിട്ട് മാറി. അതാണ് ക്ലാസ്. പിന്നെയോ സിമിലർ ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? ഫൈലം ഓർ ഡിവിഷൻ. അനിമൽസിൻ്റെ കേസിൽ നമ്മൾ ഫൈലം എന്ന ടേം ഉപയോഗിക്കും. പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഷൻ എന്ന ടേം ഉപയോഗിക്കും. ഇറ്റ് ഈസ് ദ അസംബ്ലേജ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്. ഇൻ കേസസ് ഓഫ് പ്ലാന്റ് ദ റിലേറ്റഡ് ക്ലാസ്സസ് ഫോം ഡിവിഷൻ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ ഡിവിഷൻ. നേരത്തെ പറഞ്ഞ ഡൈക്കോട്ട് ഉണ്ടല്ലോ. ഡൈക്കോട്ട് മീൻസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാംഗോ ഒക്കെ വരുന്ന ഗ്രൂപ്പ്. മോണോക്കോട്ടിലിടുന്നതാണെങ്കിലോ ഗ്രാസ്, വീറ്റൊക്കെ വരുന്ന ഗ്രൂപ്പ്. അപ്പോൾ
അപ്പോൾ ക്ലാസ് ഡൈക്കോട്ടിലിടണേ ആൻഡ് ക്ലാസ് മോണോക്കോട്ടിലിടണേ രണ്ടും കൂടി എന്തായിട്ട് മാറി? ഡിവിഷൻ ആൻജിയോസ്പേമയായിട്ട് മാറി. ആൻജിയോസ്പേമ എന്ന ഡിവിഷനായത് വരുന്നത്. അതേപോലെ തന്നെ അനിമൽസിൻ്റെ കേസിലോ ക്ലാസ് മെമ്മേലിയ നമുക്കറിയാം. ക്ലാസ് മെമ്മേലിയയുടെ കൂടെ ക്ലാസ് ഏവ്സ് അർത്ഥം എന്താണ്? ബേഡ്സ്. ക്ലാസ് റെപ്റ്റീലിയ, റെപ്റ്റൈൽസിൻ്റെ ഇത് വരും. സ്നേക്ക് വരും. സ്നേക്ക് അല്ലെങ്കിൽ നമ്മൾ ഓന്ത്, പല്ലി, ലിസാർഡൊക്കെ വരും. റെപ്റ്റീലിയ അല്ലേ? റെപ്റ്റീലിയ പറഞ്ഞു. ആംഫീബിയ മീൻസ് ഫ്രോഗ്. ഇപ്പോൾ ഫ്രോഗ്, റെപ്റ്റൈൽസ്, സ്നേക്സ്, ബേഡ്സ്, മാമൽസിനൊക്കെ കൂടി ഒരു കോമൺ ക്യാരക്ടർ ഇല്ലേ? എന്താണ്? എല്ലാത്തിനും ബാക്ക് ബോൺ ഉണ്ട്. സോ ദെയർ ബിലോങ്സ് ടു ഫൈലം കോഡേറ്റ. അങ്ങനെ ബാക്ക് ബോണുള്ള ജീവികളെയാണ് ഫൈലം കോഡേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ് ഈസ് കോൾഡ് എന്ത്? ഫൈലം ഇൻ അനിമൽസ് ആൻഡ് ഡിവിഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പോൾ അനിമൽസിൽ ഫൈലം കോഡേറ്റ. ഇനിയോ ഒരേപോലുള്ള ഡിഫറെൻറ്റ് ഫൈല ഓർ ഡിവിഷൻ വരുമ്പോൾ എന്തായിട്ട് മാറി? കിങ്ഡം. ഇപ്പോൾ ഡിവിഷൻ ആൻജിയോസ്പേമെ, ഡിവിഷൻ ജിംനോസ്പേമെ, പിന്നെ അത് ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ഇതെല്ലാം കൂടിയ കിങ്ഡം പ്ലാന്റ് ആയിട്ട് മാറി. അനിമൽസിൽ 2 ഗ്രൂപ്പ്, ഫൈലം കോഡേറ്റ, ഫൈലം ആർത്രോപോഡ. 2 മാത്രമാണോ? അല്ല. ഫൈലം അനലിഡ, ഫൈലം മൊളസ്ക, ഇതെല്ലാം കൂടി എന്തായിട്ട് മാറി? കിങ്ഡം അനിമേലിയ. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കാറ്റഗറി. വിച്ച് ഈസ് ദ ലോവസ്റ്റ് കാറ്റഗറി? സ്പീഷീസ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് കാറ്റഗറി? കിങ്ഡം. അതിനിടക്ക് അതാണ് സ്പീഷീസ് കഴിഞ്ഞ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഒന്ന് മാത്രം കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായ ഓർഡർ. സ്പീഷീസ് തുടങ്ങിയ കിങ്ഡം വരെയുള്ള കറക്റ്റ് ഓർഡർ പഠിക്കുക. എങ്ങനെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, മേലെ കിങ്ഡം. തിരിച്ചു പോയാലോ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അവ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന പോലെ കൃത്യമായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അനിമൽസിൻ്റെ കേസിലുള്ള ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ എല്ലാ ഓർഗാനിസും ഏറ്റവും മേലെ നോക്കുക. കിങ്ഡം അനിമേലിയയിൽ പെടുമ്പോൾ എന്ത് വരുന്നുണ്ട്? എല്ലാ ജീവികളും, ഇൻസെക്റ്റ്, ബേഡ്സ്, ഹ്യൂമൻ ബീയിങ്, അതേപോലെ ഡോഗ്, കാറ്റ്, ലയൺ, ടൈഗർ, എല്ലാം കിങ്ഡം അനിമേലിയ. ഇനി ഫൈലത്തിലേക്ക് വരുമ്പോഴെന്തായി? ഫൈലം കോഡേറ്റ, ബാക്ക് ബോൺ ഉള്ള ജീവികൾ. അപ്പോൾ എന്തിന് ബാക്ക് ബോൺ ഇല്ല? ഇൻസെക്റ്റിന് ബാക്ക് ബോൺ ഇല്ല. അതുകൊണ്ട് ഇൻസെക്റ്റ് എലിമിനേറ്റ് ചെയ്തു. ബാക്കിയൊക്കെ സെയിം. ഇനി ക്ലാസ് മെമേലിയ. എന്താണ് മെമേലിയയുടെ മീനിങ്? ദേ ഗിവിങ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ദേ ഫീഡ് ദർ ഓസ്പ്രിങ് വിത്ത് മിൽക്ക്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തുന്നതാണ് മാമൽസ്. അതിൽ ബേഡ്സ് ഉണ്ടോ? ഇല്ല. ബേഡ്സ് എങ്ങനെയാണ്? ബേഡ്സ് എഗ്ഗ് ലേയിങ് ആണ്, മുട്ടയിടുന്നതല്ലേ. അപ്പോൾ ബേഡ്സ് എലിമിനേറ്റ് ആയി. അതാണ് ക്ലാസ് മെമേലിയ. ഇനി അതിൽ കാർണിവോറ. എന്താണ് കാർണിവോറ? ഫ്ലഷ് ഈറ്റിംഗ് ആണ്. ഓക്കെ. നമ്മൾ ഇതിൽ വരും പ്രൈമേറ്റ എന്ന ഗ്രൂപ്പിൽ വരും. ഹ്യൂമൻ ബീയിങ് ഓർഡർ പ്രൈമേറ്റ. അതിനെപ്പറ്റി പറഞ്ഞ ഓർഡർ കാർണിവോർ ആയതുകൊണ്ട് ഡോഗ്, കാറ്റ്, ലയണും ടൈഗറും വന്നു. ഇനി ഫാമിലി ഫെലിഡേ വന്നു. കാരണം കാനിസ് എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഇത് പെടുക. ഡോഗ്. ഫെലിഡേ വരുമ്പോൾ കാറ്റ്, ലയൺ, ടൈഗർ. അതിൽ പാന്തറ മാത്രം എടുത്തു. അപ്പോൾ ഫെലിഡേ ഗ്രൂപ്പിൽപ്പെട്ട, ഫെലിസിൽപ്പെട്ട കാറ്റ് എലിമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ എന്ത് ബാക്കിയുണ്ട്? ഇപ്പോൾ ലയൺ, ടൈഗർ മാത്രമുണ്ട്. ജീനസ് ഓക്കെ. പാന്തറ ലിയോ ഉണ്ട്, പാന്തറ ടൈഗ്രിസ് ഉണ്ട്. ഇനി ലാസ്റ്റ് എന്തായി? ടൈഗ്രിസ് എന്ന സ്പീഷീസ് മാത്രം എടുത്തു. ഏത് ബാക്കിയായി? ടൈഗർ മാത്രം ബാക്കിയായി. ഇങ്ങനെയാണ് ആ കാറ്റഗറി ഒരു എക്സാമ്പിൾ വെച്ച് കൊടുത്തത്. എല്ലാ ജീവികളും ഇങ്ങനെയാണ്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ് ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? കിങ്ഡം അനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മെമേലിയ. ഓർഡർ ഏതാണ് നേരത്തെ പറഞ്ഞേ? ഓർഡർ പ്രൈമേറ്റ, ഫാമിലി ഹൊമിനിഡെ, ജിനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. അങ്ങനെ വരും. അത് രീതിയിലാണ് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അനിമൽസിനെ എല്ലാ ജീവികളെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട, കൃത്യമായി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇനി പറയുന്നത്. ഹ്യൂമൻ ബീയിങ്, ഹൗസ് ഫ്ലൈ, 2 അനിമൽസ്. മാംഗോ, വീറ്റ്, 2 പ്ലാന്റ്സിൻ്റെ സയൻറ്റിഫിക് നെയിം നോക്കാം. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ് നിങ്ങൾ പഠിച്ചു. എന്താണ്? കോമൺ നെയിം മാൻ ആണ്. ബയോളജിക്കൽ നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ജീനസ് നെയിം ഹോമോ, സ്പീഷീസ് നെയിം സാപ്പിയൻസ്. ഫാമിലി ഹോമിനിഡെ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മെമേലിയ, ഫൈലം കോഡേറ്റ.
കിങ്ഡം അനിമേലിയ, ഓക്കെ, അത് അറിയുമല്ലോ. ഓക്കെ, ഹൗസ് ഫ്ലൈ ആണെങ്കിലോ സയൻറ്റിഫിക് നെയിം എന്താണ്? മസ്ക ഡൊമസ്റ്റിക്ക. ഹൗസ് ഫ്ലൈയുടെ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മസ്ക ഡൊമസ്റ്റിക്ക. ഓർമ്മ വേണം, കോമൺ നെയിം എന്ന് പറയുന്നത് സാധാരണ പേരാണ്, ഇംഗ്ലീഷ് നെയിമാണ്. ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമാണ് നേരത്തെ പറഞ്ഞ ആ നോമൺ ക്ലേച്ചറിൽ വരുന്ന ബൈനോമിയൽ നെയിം മസ്ക ഡൊമസ്റ്റിക്ക. അപ്പോൾ ജീനസ് നെയിം എന്തായിരിക്കും? മസ്ക. സ്പീഷീസ് നെയിം ഡൊമസ്റ്റിക്ക. പിന്നെ അതിൻ്റെ ഫാമിലി എന്ത് വരും? മസ്കിഡേ അല്ലെങ്കിൽ മ്യൂസിഡേ എന്ന് പറയും. ഓർഡർ ഡിപ്റ്ററ. ഡിപ്റ്ററ മീൻസ് വിങ്സ് ഉള്ള ഗ്രൂപ്പ് അതിൻ്റെ ഡിപ്റ്ററ. ക്ലാസ് ഇൻസെക്റ്റ. ഫൈലം ആർത്രോപോഡ. കിങ്ഡം അനിമേലിയ. അതുപോലെ വരും. ഇനി മാംഗോ ആണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞു, ബയോളജിക്കൽ നെയിം മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പോൾ ജീനസ് നെയിം മാഞ്ചിഫറ, സ്പീഷീസ് നെയിം ഇൻഡിക്ക. ഫാമിലി അനാകാർഡിയേസിയെ. ഓർഡർ സാപ്പിൻഡെയിൽസ്. ക്ലാസ് ഡൈക്കോട്ടിലിഡനെ. ഫൈലം ആൻജിയോസ്പേമെ. കിങ്ഡം പ്ലാന്റേ. വീറ്റ് ഗോതമ്പാണെങ്കിലോ ബയോളജിക്കൽ നെയിം ട്രിറ്റിക്കം ഈസ്റ്റിവം. അപ്പോൾ ജീനസ് നെയിം ട്രിറ്റിക്കം, സ്പീഷീസ് നെയിം ഈസ്റ്റിവം. പിന്നെ ഫാമിലി ആണെങ്കിൽ പോയേസിയെ. ഓർഡർ പോയേൽസ്. പിന്നെ ക്ലാസ് ആണെങ്കിലോ മോണോകോട്ടിലിഡണേ. മറ്റേ ഡൈക്കോട്ടാണ്, ഇത് മോണോകോട്ട്. മോണോകോട്ടിലിഡണേ. പിന്നെ ഇത് ഡിവിഷൻ വന്നാലോ ആൻജിയോസ്പമാണ്. ആൻജിയോസ്പമിൽ തന്നെ വരുന്നത്. അതേപോലെ തന്നെ കിങ്ഡം പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഈ 4 ജീവികളെ പറ്റി മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയാം. മാൻ ഹോമിനിഡേ, ഹൗസ് ഫ്ലൈ ഡാഷ്. അർത്ഥം എങ്ങനെയാണ്? മാൻ എന്ന് പറഞ്ഞിട്ട് നേരെ ഹോമിനിഡേ ഉണ്ടാവും, ഹൗസ് ഫ്ലൈ ഡാഷ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാനിൻ്റെ ഫാമിലി ഹോമിനിഡേ ആണെങ്കിൽ ഹൗസ് ഫ്ലൈയുടെ ഫാമിലി ഏത്? മ്യൂസിഡേ. അതേപോലെ മാംഗോ സാപ്പിൻഡെയിൽസ്, വീറ്റ് ഡാഷ്, പോയിൽസ്. നിങ്ങൾ പ്ലാന്റ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ മറ്റൊരു കാര്യം വ്യക്തമായിട്ട് പഠിക്കാണ്ട് ജസ്റ്റ് പോയിന്റ് നോക്കുക നിങ്ങൾ. ഇവയുടെ കേസിൽ ദ നെയിം ഓഫ് ഫാമിലി എൻസിൻ. പ്ലാന്റ്സിൻ്റെ കേസ് കൂടുതൽ കാണപ്പെടുന്നത് ഫാമിലി അവസാനിക്കുന്ന പേരെങ്ങനെയാണ്? CEAE, ACA, ACEAE അല്ലേ? ഫാമിലിയുടെ ACEAE 2 ഫാമിലിയും അവസാനിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ്? അനാകാർഡിയേസിയെ, പോയേസിയെ, ഇനി സൊളനേസിയെ, ഫാബേസിയെ. പ്ലാന്റ്സിൻ്റെ കേസിൽ ദ ടെക്നിക്കൽ നെയിം ഓഫ് ഫാമിലി എൻസിൻ ACA. അതേപോലെ ഓർഡർ നോക്കിയേ, ALES, ഏൽസ്. ഓക്കെ, അതായത് സാപ്പിൻഡെയിൽസ്, പോയേൽസ്, ALES അവസാനിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് കൂടി ഒന്ന് ഓർമ്മ വേണം. ജസ്റ്റ് പോയിൻ്റായിട്ട് എഴുതണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ഓർഗാനിസംസ് തമ്മിലുള്ള അതിനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇതിൽ ലിവിങ് ഓർഗാനിസിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ പഠിച്ചു? ടാക്സോണമിക് കാറ്റഗറീസിൽ പറഞ്ഞു. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ്, ഹയസ്റ്റ് കിങ്ഡം. അപ്പോൾ ലോവസ്റ്റ് എന്താണ് സ്പീഷീസ്? എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഹാവിങ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദേ ആർ capable of interbreeding to produce young ones. റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളവയാണ് എന്ത് വിളിക്കുന്നത്? സ്പീഷീസ്. ഒരേപോലുള്ള സ്പീഷീസുകൾ എന്ത് ചെയ്യും? ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്പീഷീസ് ഈസ് കോൾഡ് ജീനസ്. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ജീനസ് ഈസ് കോൾഡ് ഫാമിലി. ആൻഡ് ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫാമിലി ഈസ് കോൾഡ് ഓർഡർ. ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഡർ ഈസ് കോൾഡ് ക്ലാസ്. പിന്നെയോ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് ഈസ് കോൾഡ് ഫൈലം ഓർ ഡിവിഷൻ. അതേപോലെ ലാസ്റ്റ് പോയിന്റ്, ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫൈലം ഓർ ഡിവിഷൻ ഈസ് കോൾഡ് കിങ്ഡം. കിങ്ഡം ഈസ് ദ ലാർജസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി. അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം റിവേഴ്സ് പോയാലോ? ഇതാണ് കിങ്ഡം. ഓക്കെ, കിങ്ഡം ഇങ്ങനെ പറയാം നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈലം ഡിവിഷൻ കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ് വരുമ്പോൾ ഓർഗാനിസിൻ്റെ എണ്ണം കുറഞ്ഞു. നിങ്ങൾ റൈറ്റ് സൈഡിൽ കൊടുത്ത കാര്യം മാത്രം നോക്കിയാലും മതി. എന്താണ്? ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നോക്കിയാൽ മതി. മേലെ വരുമ്പോൾ ഓർഗാനിസിൻ്റെ എണ്ണം 6 ആയിട്ട് കുറഞ്ഞു.
പിന്നെ നമ്മൾ ഓർഡറിലേക്ക് വരുമ്പോൾ എന്തായി, അത് ഹ്യൂമൻ ബീയിങ് എല്ലാം പോയി, 4 ഓർഗാനിസമായിട്ട് മാറി ഓർഡർ. പിന്നെ നമ്മൾ ഫെലിഡേ എന്ന ഫാമിലി വരുമ്പോഴോ അതിൽ ഡോഗും കൂടി കുറഞ്ഞു, പിന്നെ പാന്തറയും ഫെലിസും മാത്രം വരുന്ന ഫെലിഡേ ഗ്രൂപ്പായി. ഇനി ജീനസിലേക്ക് എത്തുമ്പോഴോ പാന്തറയും ഫെലിസും വേറെ വേറെ ആയില്ല, ജീനസ് 2 ഡിഫറെൻറ്റ് ജീനസായി. അതും കഴിഞ്ഞ് സ്പീഷീസിലേക്ക് എത്തുമ്പോൾ എല്ലാം വേറെ വേറെ. ആ രീതിയിലാണ് അനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് ഈ മാംഗോ, വീറ്റ്, ഹൗസ് ഫ്ലൈ, ഹ്യൂമൻ ഇതിൻ്റെ ആ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിക്കുക. ലോവസ്റ്റ് കാറ്റഗറി, ഹയസ്റ്റ് കാറ്റഗറി എന്താണെന്ന് അറിയുക, പ്ലസ് സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ടാക്സോണമിക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പഠിക്കാം. ഓക്കെ, താങ്ക് യു.